കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. ഞാൻ ജയപ്രഭ. ഇന്ന് ഗുരുവായൂർ ഏകാദശി, ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണല്ലേ. ഗുരുവായൂരപ്പൻ്റെ ഗുരുവും വായുവും കൂടി ചേർന്ന് കൊണ്ടുവന്നിട്ട് മഹാദേവൻ പ്രതിഷ്ഠിച്ചു എന്നാണ് നമുക്ക് വിശ്വാസമുള്ളത്. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായിട്ടുള്ള പാതാളാഞ്ജന ശിലയിൽ തീർത്തിട്ടുള്ള ആ വിഗ്രഹം ഏവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. ദ്വാരക വെള്ളത്തിനടിയിലാവാൻ പോണൂന്ന് മനസ്സിലാക്കിയ ശേഷം അത് എങ്ങനെയെങ്കിലും ആ ഒരു നമ്മുടെ ഭഗവാൻ സ്വയം പൂജിച്ചിരുന്ന, അതായത് ആ കാലപ്പഴക്കം ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം അത് വിഷ്ണു ബ്രഹ്മദേവന് കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു, ബ്രഹ്മദേവൻ പൂജിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കൈമാറിയിട്ട് അങ്ങനെ വസുദേവരുടെ അടുത്ത് വന്നിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ആ ഒരു പാതാളാഞ്ജന ശിലയിൽ തീർത്തിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം അത് വസുദേവരുടെ സ്വന്തം മകനായിട്ടുള്ള ശ്രീകൃഷ്ണന് സമ്മാനിച്ചു. അദ്ദേഹവും അത് ആരാധിച്ചു പോന്നു. അങ്ങനെ അത്രയും വിശിഷ്ടമായിട്ടുള്ള, അതിൻ്റെ മൂല്യം നിർണയിക്കാൻ പറ്റാത്തത്ര കോടി സൂര്യന്മാർ പോലും വന്ന് നിന്നാൽ മാറി നിൽക്കുന്ന അത്രയും ചൈതന്യമുള്ള ആ ഒരു വിഗ്രഹത്തെ ദ്വാരക അങ്ങനെ കടലിൽ പോവുക. ചില കടലിനിടയിലായിട്ട് ആർക്കും അതൊരു ഉപകാരം ഇല്ലാതെ ആവരുത്. ജനകോടികൾക്ക് അതിൻ്റെ ഒരു നന്മ കിട്ടണം, അനുഗ്രഹം കിട്ടണം, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ആ ചൈതന്യം എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുകയാണ് ഈ ഒരു വിഗ്രഹത്തിന്റെ ഒരു പ്രസക്തിയെ പറ്റിയിട്ട്. അങ്ങനെ ഉദ്ധവരുടെ അടുത്ത് ഇത് പറഞ്ഞേൽപ്പിച്ചിട്ട് അതിനുശേഷം ഉദ്ധവരാണ് ഏൽപ്പിക്കുന്നത് ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോടും പിന്നെ വായുവിനോടും ഒരു പറ്റിയ സ്ഥലം നോക്കിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ദ്വാരക നമുക്കറിയാലേ, ഗുജറാത്തിന്റെ ഒരു തീരമാണ് അത്. ഇന്ത്യയുടെ ഒരു പടിഞ്ഞാറൻ തീരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ദ്വാരക. അപ്പൊ അതിൽ നിന്നും ഒരു ഉചിതമായ സ്ഥലം നോക്കിയിട്ട് ഈ വിഗ്രഹത്തെ ജനകോടികൾക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവും വായുവും കൂടി ചേർന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അവര് പോയൊരു ദിശ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തേക്കാണ് അവർ വന്നത്. അതായത് ആ ഒരു നോർത്തിൽ നിന്ന് ഒരു തെക്ക് ഭാഗമായിട്ടുള്ള ഈ നമ്മുടെ പടിഞ്ഞാറൻ തീരം വേണമെങ്കിൽ ഇപ്പോഴത്തെ അറബിക്കടലിന്റെ തീരം തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ അവരിങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഒരു വലിയ സരസ്, ഒരു തടാകം. ആ തടാകത്തിന്റെ അവിടെ ഒരു ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഒരാളെ കാണുന്നത്. അപ്പൊ അവർ നോക്കുമ്പോൾ അത് ആരാണ്? പരമശിവൻ. അങ്ങനെ അദ്ദേഹത്തിനോട് പറയാണ്, ഇത് ഒരു വിശിഷ്ടമായിട്ടുള്ള വിഗ്രഹമാണ്, ഇത് ഇവിടെയാണ്, ഞങ്ങൾ കുറെ സ്ഥലമായി ഇപ്പൊ അന്വേഷിക്കുന്നു, ഇവിടാണ് ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തമായിട്ടുള്ളൊരു സ്ഥലം, ഇവിടെ ഇത് സ്ഥാപിച്ചാലോ എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങയുടെ അഭിപ്രായം എന്ന് മഹാദേവനോട് ചോദിക്കുന്നത്. മഹാദേവനോട് ഇതുവരെ പറയേണ്ട ആവശ്യമുണ്ടോ? ത്രികാലജ്ഞാനിയല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ. അപ്പൊ മഹാദേവൻ എന്താണ് പറഞ്ഞത്? ഉചിതമായ സ്ഥലം തന്നെയാണ്, ഇതിനപ്പുറം ഉചിതമായ സ്ഥലം ഈ ഭൂലോകത്തില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് ഇത് സ്ഥാപിച്ചാലും എന്ന് അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ മഹാദേവൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ചതുർബാഹു രൂപത്തിലുള്ള ആ അഞ്ജനശിലയിൽ തീർത്തിട്ടുള്ള വിഗ്രഹത്തെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുക. അങ്ങനെ മഹാദേവൻ കുറച്ച് അങ്ങോട്ട് മാറിയിരുന്നു അത്രേ. രുദ്രതീർത്ഥക്കുളം എന്ന് അറിയപ്പെടുന്ന തീർത്ഥക്കുളത്തിന്റെ അവിടെ നിന്നും മാറിയിട്ട് അദ്ദേഹം മമ്മിയൂരിലേക്ക് മാറി നിന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയൂരിന്റെയും പ്രാധാന്യം അല്ലേ. നമ്മൾ പറയാറുണ്ട്, പണ്ടൊക്കെയാണ് വൈഷ്ണവ ശൈവ യുദ്ധങ്ങൾ ഒരുപാട് പേരുടെ ജീവൻ വരെ പോയിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല കാര്യം. ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഈ കഥ കൊണ്ട് എന്താണ് സാരാംശമായിട്ട് പറയേണ്ടത്? ശരിക്കും മഹാവിഷ്ണുവിനെ തൊഴുക, പറയാറില്ലേ, ഗുരുവായൂരപ്പനെ തൊഴുതാൽ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ മമ്മിയൂരപ്പനെ തൊഴണം എന്നാണ് പറയാ. അതുപോലെ നെല്ലുവായി തേവരെ തൊഴുതാൽ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ വടക്കുന്നാഥനെ തൊഴണം എന്ന് പറയും. തിരുപ്പതി പോയി തൊഴുതിട്ട് അവിടെ ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ കാളഹസ്തി പോയിട്ട് പരമേശ്വരനെ കണ്ടു തൊഴണം എന്ന് പറയും. അപ്പൊ ആ ഒരു ശൈവ വൈഷ്ണവം, ആ ഒരു ഹരിഹര ബന്ധമാണ് നമ്മളതിൽ കാണിക്കേണ്ടത്. അങ്ങനെ മമ്മിയൂരപ്പനെയൊക്കെ പ്രതിഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന ആ വിഗ്രഹത്തിന്റെ ആ ചൈതന്യത്തിന്റെ അത്ഭുതപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പലർക്കും അറിയാവുന്ന കഥകൾ തന്നെ ആവട്ടെ. ഞാൻ ഇവിടുന്ന് കേട്ടുവെച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിഴക്കേ നടയിൽ ഒരു ദേവസ്വം ബുക്ക് സ്റ്റോൾ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ പുസ്തകങ്ങൾ കിട്ടും. അവിടെ നിന്നും പിന്നെ പല പല പ്രഭാഷണങ്ങളാണ്. എൻ്റെ അച്ഛൻ ഏകദേശം 300-ൽ പരം അതിന് മുകളിൽ തന്നെ ഗുരുവായൂരമ്പലത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ്.
അപ്പോൾ വൈശാഖ മാസം, മണ്ഡലകാലം, അതുപോലെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ പ്രധാനമായിട്ടും പ്രഭാഷണങ്ങൾ അച്ഛൻ്റെ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ മാത്രമല്ല, കൂടെ പല 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 വലിയ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ സപ്താഹങ്ങൾ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളും കേട്ടിട്ടുള്ള, ഞാനും കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. കേട്ടവരുണ്ട് വെച്ചാൽ, ഇഷ്ടാച്ചാൽ ഭഗവാന്റെ കാര്യങ്ങളാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കേട്ടു നോക്കൂ, ഇല്ലെങ്കിൽ വിട്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മദേവൻ പൂജിച്ചു എന്ന് പറയുന്നത് നമുക്ക് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റാത്ത വിഗ്രഹമാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. ശരിക്കും പറഞ്ഞാല് യുഗങ്ങൾക്ക് മുന്നേ, ഇപ്പൊ കലിയുഗത്തിൽ വരെ നിൽക്കുകയാണല്ലേ, ത്രേതായുഗം ദ്വാപരയുഗമൊക്കെ കഴിഞ്ഞിട്ട് സത്യയുഗത്തിന്റെ മുന്നേ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അത്രയും കാലപ്പഴക്കമുള്ളൊരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭഗവാനെ തൊഴണമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? സർവ്വവ്യാപിയായിട്ടുള്ള തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്ന ഭഗവാനെ തൊഴാൻ എന്തിനാണ് അമ്പലങ്ങളിലേക്ക് പോകുന്നത്? എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? എന്തിനാണ് ഭണ്ഡാരപ്പെട്ടിയിൽ പൈസ ഇടുന്നത്? എന്തിനാണ് വഴിപാട് നടത്തുന്നത്? വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെ, ഭഗവാൻ കേൾക്കില്ലേ? കേൾക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ എന്താണ് അമ്പലങ്ങളുടെ പ്രസക്തി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വായു നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഫാൻ ഇടുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാറ്റ് കിട്ടുന്നില്ലേ? തോന്നിയിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ അമ്പലങ്ങളുടെയും പ്രസക്തി. അതായത് ഈശ്വര ചൈതന്യം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിനെ ഒന്നും കൂടി ബൃഹത്തായിട്ട് കുറച്ചധികം ചൈതന്യവത്തായിട്ട് നിൽക്കുന്ന ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭൂമിയാണ് ക്ഷേത്രം. ശരിക്കും ഭഗവാനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിത്യം ആരാധിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ നിത്യം ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ ചൈതന്യം വന്ന് ചേരും. അതുകൊണ്ടാണ് ദിവസം വിളക്ക് കൊടുത്താച്ച നിർത്തരുത്, അല്ലെങ്കിൽ നൈവേദ്യം തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് പിന്നെ തുടങ്ങുകയാണെങ്കിൽ അത് തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം അതിൽ ചൈതന്യം വന്നു പോകുന്നതാണ് പറയുക. അങ്ങനെ ചൈതന്യം വന്നിട്ട് അതിനെ നശിപ്പിക്കാൻ ഇടയാക്കരുത്, അതാണ് ദൈവദോഷം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാലും മതി. നിങ്ങൾ ഒരു ക്രിയ പോലെ, ഒരു താന്ത്രിക വിധി പോലെ, അല്ലെങ്കിൽ വേറെ ഏതായാലും നിങ്ങൾ ഒരു ചെറിയ കാര്യം തുടങ്ങി വെക്കുകയാണെങ്കിൽ കഴിവതും അത് തുടർന്ന് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, ഇപ്പൊ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ എന്താണ് അമ്പലത്തിന്റെ ഒക്കെ ഒരു പ്രസക്തി? അപ്പൊ എന്താണ് ഈ ഗുരുവായൂരപ്പന്റെ പ്രസക്തി? എന്താണ്? നമ്മൾ ആ വിഗ്രഹത്തിനെ തന്നെ നമ്മൾ തൊഴണമെന്നുണ്ടോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ പ്രത്യക്ഷം തന്നെയാവും, യാതൊരു സംശയമില്ല. പക്ഷേ എത്രയോ കാലങ്ങളായിട്ട് പല 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 ആളുകളുടെ, തന്ത്രിയുടെ, മഹാദേവന്റെ തന്നെ, ശരിക്കും പറഞ്ഞാൽ ഒരു തന്ത്രി ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്ത്രിയുടെ ചൈതന്യമാണ് കൊടുക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? ആ ജീവൻ കൊടുക്കുന്നത് തന്ത്രിയാന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഇപ്പൊ ഇവിടെ ആരായിരുന്നത്? മഹാദേവനാണ്. അത് കഴിഞ്ഞിട്ടും പല 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 തന്ത്രിമാരുടെയും എന്താണ് പൂജാരിമാരുടെയും പല പല പ്രാർത്ഥനകളും, അതുപോലെ ഭക്തരുടെ പ്രാർത്ഥനകളും അർച്ചനകളും സർവ്വസഹിതമായിട്ട് നിൽക്കുന്ന ആ ഒരു വലിയ പ്രഭാപൂരത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കിട്ടുന്ന ചൈതന്യത്തിന് വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ട് ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നാളെടുക്കും. പക്ഷെ അതിൻ്റെ ഒരു എളുപ്പപ്രതി തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നത്. പിന്നെ പൂജ ഇതൊക്കെ നമ്മുടെ വിശ്വാസവും സമാധാനമാണ് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് കഥ നല്ലത് നടന്ന കാര്യമാണ്, അച്ഛന് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് ഓറ നോക്ക്, അത് വടകരയിലുള്ള ഒരാളാണ്. പേര് ഞാൻ മറന്നുപോയി, പറ്റിച്ച് അച്ഛനോട് ചോദിച്ചു, അച്ഛന് ഓർമ്മയുണ്ടെങ്കിൽ ആ പേര് ഞാൻ പറയാം. ഇത് 40 വർഷം മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ്. 45 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ആ ഒരു അദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓറ നോക്കുക എന്ന് പറയാം. ഓറ എന്ന് വെച്ചാൽ നമ്മുടെ പ്രഭാവലയം. ഇപ്പൊ ഈശ്വരന്മാരുടെ ചിത്രത്തിൽ, ഇപ്പൊ ക്രിസ്തുദേവന്റെയും കൃഷ്ണന്റെയും ഒക്കെ ചിത്രത്തിൽ ബാക്കിലൊരു വലയം നമ്മൾ കാണില്ലേ, അതിനാണ് അവരുടെ ഓറ എന്ന് പറയുന്നത്. ആ ഒരു പ്രഭാവലയം നമുക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഓറ അല്ലെങ്കിൽ പ്രഭാവലയം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ എൻ്റെ ഓറ എനിക്കല്ല കാണാൻ പറ്റുക, വേറെ ആൾക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൊട്ടുകൊണ്ട് നോക്കിയിട്ടാണെങ്കിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ പ്രഭാവലയം വടകരയുള്ള ആളാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് കുട്ടിയായിരിക്കുമ്പോൾ കേട്ടിട്ടുള്ള കഥകളാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് അപ്പം അച്ഛൻ അദ്ദേഹത്തോട് ചോദിക്കുക, അതായത് പല പല ആളുകളുടെ നന്മ ചെയ്യുന്ന ആൾക്കാരുടെ പ്രഭാവലയം കുറച്ച് വ്യത്യസ്തം, മഞ്ഞ അല്ലെങ്കിൽ നീല, കുറച്ച് മോശം വരുന്ന ആൾക്കാർക്ക് വേറൊരു കളറിൽ വരും, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, നമുക്ക് കണ്ണുകൾ കൊണ്ട് അങ്ങനെ ആയിരിക്കും തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഇത് കഥയാണ്, ഇത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ.
അപ്പൊ ആ ഒരു സമയത്ത് അപ്പൊ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ പ്രഭാവലി അല്ലെങ്കിൽ ചൈതന്യം തോന്നിയിട്ടുള്ള സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ആൾ ഏതാണ്? അദ്ദേഹം ഒട്ടും താമസിയാതെ പറയത്തത് അത് ഗുരുവായൂരാണ് അത്ര. ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടുന്ന് അത് കാണുമ്പോൾ ആ കണ്ണത്രയും മഞ്ഞളിക്കുന്ന തരത്തിലുള്ള പ്രഭാവലയം, അതിൻ്റെ ആ തേജസ് തന്നെയാണ് ഏറ്റവും ആ നിൽക്കുന്നതെന്നാണ് പറയാ. അപ്പൊ സംശയിക്കേണ്ട, അതാ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ചൈതന്യമാണ്. അതിപ്പോ അങ്ങനെ പല പല ആളുകൾ കൈമാറി വന്നിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമല്ല, അതിനും കഴിഞ്ഞിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പൂജയും ഒക്കെ കൊണ്ടിട്ടും വിഗ്രഹത്തിന് ശക്തിയും കൂടുതൽ കൂടുതൽ കൂടിയേ വരുള്ളൂ. നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഈശ്വരൻ നമുക്ക് മറുപടി പറയുന്നതാണ് പറയുക. ഇപ്പൊ ആൾക്കാർ പറയാല്ലേ, രാവിലെ എന്താണ് ബ്രഹ്മമുഹൂർത്തത്തില് പൂജ ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാം. ആ സമയം നമ്മളും ഭഗവാൻ മാത്രമേ ഉള്ളൂ. പ്രകൃതി എല്ലാം നിശ്ചലം എന്ന് പറയുന്നില്ല, നിശബ്ദമാണ്. ആ നിശബ്ദതയിൽ നമ്മളും ഭഗവാനും മാത്രമായിട്ട് നമുക്ക് കുറച്ചൊരു കോൺസെൻട്രേഷനോട് കൂടി ഭഗവാനോട് സംസാരിക്കാൻ സാധിക്കും അല്ലേ. ആ ഒരു സമയത്ത് കുറച്ചും കൂടി ഒരു ചോദ്യോത്തരമായിട്ട് ഭഗവാനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ് പറയുക. ചില ആൾക്കാർ അതിനെ എന്താണ് പേര് പറയൂലോ, മെഡിറ്റേഷൻ, നമ്മൾ അഫർമേഷൻസ് എന്ന് പറയും. അതല്ലെങ്കിൽ വേറെ അതിന് എന്ത് പേരിട്ടിട്ടും വിളിക്കാം. ആ ഒരു പ്രപഞ്ച ശക്തിയോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ തെളിവുണ്ടോ ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. നമുക്കതല്ലേ പറയാൻ വയ്ക്കുള്ളൂ. നമുക്കിതിപ്പോൾ ശാസ്ത്രം തെളിയിക്കുന്ന പോലെയൊക്കെ തെളിയിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്. അത് തെറ്റല്ല കേട്ടോ, അത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ പല പല കഥകളുണ്ടല്ലേ അദ്ദേഹത്തിനെ പറ്റിയിട്ട്. പല പല രീതിയിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അവിടുന്ന് നിന്ന് മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ജയമേജയന്റെ കാലം തൊട്ടിട്ടേ ഭഗവാന്റെ കഥകളും പറയാറുണ്ട്. പരീക്ഷത്തിന്റെ മകനാണ് ജയമേജയൻ. ഇപ്പൊ പരീക്ഷത്ത് തക്ഷകന്റെ ദംശം മൂലം മരിച്ചു എന്നാണല്ലോ പറയണത്. ആ പരീക്ഷത്തിന്റെ മകൻ അപ്പൊ എന്താണ്, സർപ്പസത്രം നടത്തുകയാണ് അല്ലെ, ആ ഒരു ദേഷ്യം മൂലം. അങ്ങനെ പല പല സർപ്പങ്ങളായിട്ട് അത് മരിക്കുകയാണ്. അപ്പൊ സർപ്പദോഷം വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് ത്വക്ക് രോഗം വരികയും അത് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ ഋഷീശ്വരന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ ഭാഗത്തുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പനെ വന്ന് അഭയം പ്രാപിച്ചു എന്നും അതിൽ നിന്നും സർപ്പദോഷങ്ങളിൽ നിന്നും അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിനെ മാപ്പ് കൊടുത്ത് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെയും കഥകളുണ്ട്. പാണ്ഡ്യരാജാവിന്റെ കഥ പറയാറുണ്ട് അല്ലെ. അങ്ങനെ കുലശേഖര പെരുമാളിന്റെ കഥ പറയാറുണ്ട്. അങ്ങനെ പല പല പല, അതായത് അതും സർപ്പദംശനം തന്നെയാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പല കഥകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്, ഭഗവാൻ പല പല രീതികളിൽ പല പല ആളുകളെ രക്ഷിച്ച കഥകളാണ് പറയുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ നാരായണിയും അദ്ദേഹം മേൽപ്പത്തൂര് പോയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ. അപ്പൊ ആ മേൽപ്പത്തൂരിന്റെ കഥകളായിക്കോട്ടെ, പൂന്താനത്തിന്റെ കഥകളായിക്കോട്ടെ, വില്ലുമംഗലത്തിന്റെ കഥകളായിക്കോട്ടെ, 17ഉം 18ഉം നൂറ്റാണ്ടുകളിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല അല്ലെ. ആ ഒരു സമയം തൊട്ടിട്ടുള്ള കഥകളും എല്ലാം ആയിക്കോട്ടെ, അത് ഭഗവാനുമായിട്ട് ആ ചൈതന്യത്തിന്റെ അത് എത്രത്തോളം കൂടി നിൽക്കുന്നു എന്നാണ്. ഇപ്പൊ അദ്ദേഹം അന്നും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രവർത്തിക്കാതിരിക്കോ? ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആളുകളുടെ മനോഭാവവും സംശയദൃഷ്ടിയും കൂടുതലുള്ളതുകൊണ്ട് ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈശ്വര വിശ്വാസിയാണോ എന്ന്. ഞാൻ ഈശ്വര വിശ്വാസി തന്നെയാണ്. ആ ഒരു പ്രപഞ്ച നിയമത്തിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അതായത് നമ്മൾ തെറ്റ് ചെയ്താൽ ശപിച്ചു പോകണം അങ്ങനത്തെ ഭഗവാനല്ല, എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാല പരമ ചൈതന്യത്തിൽ എനിക്ക് 100% പരിപൂർണ വിശ്വാസമാണ്. അപ്പൊ പലരും ചോദിക്കുന്നത്, അപ്പൊ നിനക്ക് ഇന്ന ദോഷം വന്നിട്ടില്ലേ, ഇന്ന കഷ്ടപ്പാട് വന്നിട്ടില്ലേ, ഇന്ന അപകടം വന്നിട്ടില്ലേ, പലരും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോഴോ ഇപ്പൊ ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് അപമാനം വന്നിട്ടുണ്ട്, നേരിടേണ്ടി വന്നിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട് സഭകളിൽ. പക്ഷെ അപ്പൊ പലരും ചോദിക്കുന്നത്, അപ്പൊ നീ ഇത്രയും ഈശ്വരനെ വിളിച്ചിട്ട് എന്താ കഥ? പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അറിഞ്ഞു പോയ അപകടങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ അറിയാതെ ഞാൻ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ. നമ്മൾ തന്നെ ഒരു പത്രം വായിക്കുമ്പോൾ അറിഞ്ഞൂടെ ഇത്ര അപകടങ്ങൾ, ഇത്ര ആൾക്കാർക്ക് ദോഷം സംഭവിക്കണു, ഹാനി സംഭവിക്കണു, രോഗം വരണു, അപകടങ്ങൾ വരണം. അങ്ങനെ എത്രയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അത് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് കിട്ടാത്തതിനെ ആലോചിച്ചിട്ട് ഭഗവാന്, ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ആളൊന്നും അല്ല അദ്ദേഹം അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എന്താണ്, ഞാൻ പെട്ടുപോയ അപകടങ്ങളെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പെടാതെ ഭഗവാൻ രക്ഷിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ള എത്ര അപകടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ നേടിയിട്ടുണ്ടാവാം ഭഗവാന്റെ കാരുണ്യത്തിൽ നിന്ന്. അങ്ങനെയൊന്ന് ചിന്തിച്ചൂടെ? ശരിക്കും പല ആൾക്കാരുടെ മനോഭാവം ഭഗവാൻ ഒരു വാടക ഗുണ്ട പോലെയാണ്.
അല്ലെ? കുറച്ച് പൈസ ഭണ്ഡാരത്തിലിടും, ഇന്ന ആൾക്ക് ദോഷം തരണം കേട്ടോ, എന്നേക്കാൾ അവൻ ഉയർന്നു പോവരുത്. ഇതെന്താ ഗുണ്ടയോ ഭഗവാൻ? അല്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ശരിക്കും നല്ല മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. എനിക്കതാണ് പറയാനുള്ളത്. അത് എൻ്റെ ചിന്തയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്ത്ര സമുച്ചയം, നമ്മൾ ചെയ്യുന്ന തിരുമേനി എഴുതിയിട്ടുള്ള, അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. ആ തന്ത്ര സമുച്ചയ പ്രകാരം ആ എല്ലാ രീതിയിലും ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് അതിൽ പറയുന്ന തച്ചുശാസ്ത്ര വിധിപ്രകാരമായാലും മന്ത്രതന്ത്ര വിധിപ്രകാരമായാലും എല്ലാം വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് കറക്റ്റായിട്ട് 100% നോക്കി ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്ഷേത്രം കേരളത്തിലെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ എന്നാണ് പറയാ. പാണ്ഡ്യരാജാവ് പുതുക്കി പണിതെന്നൊക്കെ പറഞ്ഞത് അത് വേറെ ശൈലി. അതിനുശേഷം അമ്പലം ഒരുപാട് തവണ പുതുക്കി പണിതിട്ടൊക്കെ ഉണ്ട് അല്ലെ. ജയമജയം കഴിഞ്ഞിട്ട് ഈ പാണ്ഡ്യ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, ക്ഷമിക്കൂ. അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്താണ് അമ്പലത്തിന്റെ രൂപത്തിൽ ചുറ്റമ്പലം ഇതൊക്കെ ആയിട്ട് വന്നെന്നാണ് പറയാ. അതിനുശേഷം ഇഷ്ടം പോലെ വന്നിട്ട് ഇതൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അതിലെ 100%, അതായത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ ആ ഒരു റേഷ്യോ അനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം വെക്കുക. ഇപ്പൊ കുടിമരത്തിന് ഇത്ര ഉയരം വേണം, ബലിക്കല്ല് ഇത്ര ദൂരം നീങ്ങി വേണം, പ്രദക്ഷിണം ചുറ്റമ്പൽ ഇത്ര ഇതിൽ വേണം, കൂത്തമ്പൽ ഇത്ര വേണം, നമസ്കാര മണ്ഡപം ഇത്ര, അതാ വിഗ്രഹത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ്. ആ ഒരു ഇതിലാണ് പറയാ. പണ്ടെന്ന് പറയാം, ഇപ്പോ കെട്ടിടങ്ങളൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് അതുണ്ടോന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ട് വിഷുവിന്റെ സമയത്തൊക്കെ സൂര്യരശ്മി കറക്റ്റായിട്ട് 12 അടി പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭഗവാന്റെ കാൽച്ചൂട്ടിൽ എത്തുന്നു എന്നാ പറയാ. അതെങ്ങനെയാണ് ഇത്രയും നടപ്പന്തലൊക്കെയുള്ള അമ്പലത്തിലേക്ക് എങ്ങനെയാണ് അങ്ങനെ സൂര്യന്റെ രശ്മി എത്തുക? അതാ നിർമ്മിതി, അതാണ് തച്ചുശാസ്ത്രം. അതാണ് ചില ആൾക്കാർ തച്ചുശാസ്ത്രത്തിനെ ഇപ്പൊ കോമഡി ആയിട്ട് എടുക്കുക. അതായത് വീടിന്റെ അവിടെ ഒരു ഓട്ട ഇട്ടില്ലെങ്കിൽ എനിക്ക് ദോഷം വരും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ബാത്റൂം മാറ്റിയില്ലെങ്കിൽ എനിക്ക് ദോഷം വരും. അങ്ങനെ എന്തൊക്കെ ആൾക്കാർ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല്ലിറക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് തച്ചുശാസ്ത്രം എന്നാണ് ഇപ്പൊ എല്ലാവരെയും ഒരു വിചാരം. പക്ഷെ അങ്ങനെയല്ല. എന്നിട്ട് ഈ കുറ്റം പറയുന്നവർ അവരവരുടെ വീടിന്റെ പണിക്ക് തച്ചുശാസ്ത്ര വിദഗ്ധരെ വിളിക്കാൻ ചെയ്യും. ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു എന്നുള്ളത് സത്യമായിട്ടുള്ള, അല്ലെങ്കിൽ തച്ചുശാസ്ത്രം സത്യമായിട്ടുള്ളൊരു ശാസ്ത്രം തന്നെയാണ്. അത് ആ വായുവിന്റെയും അഗ്നിയുടെയും ഭൂമിയുടെ നിലനിൽപ്പിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള വലിയൊരു ശാസ്ത്രമാണത്. പിന്നെ ആളുകൾ അതിൽ വെച്ച് ദോഷം വരും നല്ലത് വരും എന്നൊക്കെ പറഞ്ഞത് അതിന്റെ വേറൊരു ഭാഗമാണ്. അതിനെ ഞാൻ തൊടുന്നില്ല. പക്ഷെ ആ സത്യമായിട്ട് ആ ശാസ്ത്രമുണ്ട്, ഗണിതം വെച്ചിട്ടുള്ള ശാസ്ത്രമുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിലൊരു സംശയമില്ല. പിന്നെ ആളുകളുടെ ഇന്റർപ്രിട്ടേഷൻ അതൊക്കെ പലതുമായിട്ട് ഉണ്ടാവുമല്ലോ. കുറെ പേർക്ക് അനുഭവങ്ങളും പലതായിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഒക്കെ വെച്ചിട്ടുള്ള വളരെ നല്ല നിർമ്മിതികളും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചൈതന്യവത്തായിട്ട് നടക്കുന്ന ആ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ഗുരുഭവനപുരേശന്റെ അമ്പലം. നമ്മുടെ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീ ഗുരുവായൂരപ്പന്റെ അമ്പലം. എന്നാൽ ഭഗവാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവകി 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം അത് വലിയ പ്രതീക്ഷയാണല്ലേ. ബാക്കിയുള്ള 7 ആൾക്കാരെ മരിച്ചു പോയിരിക്കുന്നു. അവരൊക്കെ ഒന്ന് ഓമനിക്കാനോ പാല് കൊടുക്കാനോ പോലും ദേവകിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഒരു മാതൃ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെയും ഭഗവാനെ ജയിലിൽ കിടന്നിട്ട് ഭഗവാനെ ഇങ്ങനെ നമിച്ചിട്ട് ആ 8ാമത്തെ പുത്രൻ, അല്ലെങ്കിൽ ആ പുത്രൻ ഉണ്ടാവുന്നതിന് മുന്നേ, പ്രസവിക്കുന്നതിന് മുന്നേ പരിപൂർണ ഗർഭവതിയായിട്ടിരിക്കുന്ന ദേവകിക്ക് സാക്ഷാൽ ചതുർബാഹുവായിട്ടുള്ള തൻ്റെ ആ വലിയ ആ ഒരു രൂപം, വിഷ്ണുവിൻ്റെ ആ രൂപം കാണിച്ചു കൊടുത്തിട്ടാണ് ഞാനാണ് ജനിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതിൻ്റെ കഥ വരുന്നത്. അപ്പൊ ആ ഒരു 4 കൈകളോട് കൂടിയിട്ടുള്ള ശംഖ ചക്ര ഗദാ പത്മത്തോട് കൂടിയിട്ടുള്ള ആ തൃക്കൈകൾ, ആ ചതുർബാഹുവിന്റെ ആ 4 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ രൂപം അതെങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള അതേ രൂപം തന്നെയാണ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ആ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹത്തിനും എന്നാണ് പറയുന്നത് അല്ലെ. ആ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി തന്നെ ആയിരിക്കാം ഒരു കുട്ടിയായിട്ടിരിക്കാൻ ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ പൂന്താനത്തിന് ശേഷം എന്ന് പറയുന്നെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് വെറും ഗുരുവായൂരപ്പ വിളിക്കല്ല, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള വിളിക്കാണ്. ആ കൃഷ്ണനെ ആരായിട്ടാണ് അധികം ആളുകളും കാണുന്നത്? ഉണ്ണിക്കണ്ണനായിട്ട്, കുസൃതി കുടുക്കയായിട്ട് അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയാണോ വിളിക്കാൻ ഇഷ്ടം അതേപോലെ വിളിച്ചോളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ശ്രീരാമനായിട്ട് അദ്ദേഹത്തെ കാണിച്ചാൽ ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്. അത് ഏത് രൂപത്തിലാണോ നിങ്ങൾ തൊഴുന്നത് ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു
പറയുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ആളുകളുടെ ചൈതന്യം അദ്ദേഹത്തിന്റെ വിഗ്രഹത്തിൽ നിന്ന് തന്നെ അല്ലാട്ടെ, പാണ്ഡാളിന്റെ കഥയായിക്കോട്ടെ, ഏത് ഭഗവാന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വലിയ മഹാത്മാവ് ഉണ്ടെങ്കിൽ, ആ ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ, അവര് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് ഇഹലോകവാസം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ആ ഒരു ചൈതന്യം അത് ഭഗവാനിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നതെന്നാണ് പറയുക. അങ്ങനെ എത്ര 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 കോടാനുകൂടി ഭക്തന്മാരുടെയും ആ ഒരു ആന്തരിക സത്ത ഭഗവാനിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു കളഭാട്ട ദിവസമുണ്ട്, മണ്ഡലകാല അവസാന ദിവസം. അതിവിശിഷ്ടമായിട്ടുള്ള കളഭാട്ടാണ്. കളഭാട്ടത്തിൽ സാധാരണ കളഭച്ചാർത്ത് പോലെയല്ല, അടിമുടി ഗുരുവായൂരപ്പൻ ഇങ്ങനെ കളഭം ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. അതിൽ വിഗ്രഹത്തിലൊക്കെ മുഴുവൻ കളഭാണ്. അത് നേരിട്ട് കാണാന്ന് വെച്ചാൽ നമുക്ക് സാക്ഷാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ഭഗവാൻ ഉണ്ടല്ലോ, അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഭഗവാൻ കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അത്രയും ഒരു ചിരിയൊക്കെ ആയിട്ട് എന്താ ഇന്നത്തെ അലങ്കാരം, ഉച്ചപൂജ അലങ്കാരം ഫേമസ് ആണ്, ഒരുപാട് യൂട്യൂബിൽ അത് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് സന്തോഷം. പക്ഷെ ഇതെന്ന് വെച്ചാൽ അത് മാത്രമല്ല, ആ പരിപൂർണമായിട്ട് ആ ചതുർബാഹു ഇതിലങ്ങോട്ട് ആ കുളിർന്ന് നിൽക്കുന്ന ഭഗവാന്റെ രൂപം. ശരിക്കും പറഞ്ഞാല് ഭഗവാന് കളഭം എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ അതൊരു കുളിർമയാണല്ലേ തരുന്നത്. ആ ഭഗവാൻ എത്രത്തോളം ആ കുളിർമ ലഭിക്കുന്നു അത്രയും അത് കഴിപ്പിച്ച ഭക്തനും ഒരു സമാധാനം വരുന്നു എന്നാണ് പറയുന്നത്. ഒരു ആളുടെ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രശസ്തനായിട്ടുള്ള, ജീവിച്ചിരിക്കാത്ത, വേണമെങ്കിൽ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഒരു വലിയ പദവി തന്നെ വഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അപ്പോൾ അച്ഛൻ ജ്യോതിഷം കൂടി നടത്തുന്നുണ്ടല്ലോ, അതിലിപ്പോ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനഭ്രംശം അദ്ദേഹത്തിന് വരുമോ, അത് എന്താണ് ജയിലിൽ വരെ പോകേണ്ട ഒരു കാര്യം വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു വിഷമനായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇവരെ വിളിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ ജ്യോതിഷത്തിന്റെ കാര്യത്തിന്. ആ ഒരു സമയത്ത് ഇവര് പറഞ്ഞിട്ടുള്ളൊരു പ്രതിവിധിയാണ്, അച്ഛന്റെ ഗുരുനാഥനാണ് അതിൽ മെയിനായിട്ട് പോയിട്ടുള്ളത്. ഗുരുവായൂരിൽ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരി, അതാണ് അച്ഛന്റെ ഗുരുനാഥന്റെ പേര്. അദ്ദേഹമാണ് മെയിൻ ജ്യോതിഷൻ. അച്ഛൻ സഹായിയായിട്ട് പോയിട്ടുള്ളതാണ്. ഈ പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ കൊടിമരത്തിന്റെ ഇതൊക്കെ നോക്കി, കൊടിമരം, പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. ഗുരുവായൂർക്കാർക്കൊക്കെ അറിയാം. അപ്പൊ പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരിയുടെ ശിഷ്യനാണ് അച്ഛൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പൊ ഇവര് വലിയ ആളുടെ കൂടെ ജ്യോതിഷത്തിന്റെ ഇത് പോയിക്കാണ്. ആളുടെ പേര് പറയുന്നത് ശരിയല്ലല്ലോ, പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഭഗവാന് കളഭം ചാർത്തൂല, പൂർണ്ണ കളഭം ചാർത്തല്, അതിന്റെ മുഴുക്കാപ്പ് ചാർത്ത, ആ മുഴുക്കാപ്പ് ചാർത്തുന്ന ഒരു അതങ്ങോട്ട് നേഴൂന്ന് പറയലും അദ്ദേഹം അത് നേരലും ആ ഒരു വലിയ ദോഷം അദ്ദേഹത്തിനെ വിട്ട് മാറി എന്നാണ് പറയാ. ശരിക്കും പറഞ്ഞാൽ ആ കളഭം ചാർത്തുമ്പോൾ ഭഗവാന് കിട്ടുന്ന കുളിർമ, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഭക്തരുടെ ഇതൊക്കെ കേട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയല്ലേ, ശ്രീലകത്തെ ആ ചൂടിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ ആ കളഭം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് അത്രേ ആ കളഭത്തിന്റെ വഴിപാട് നടത്തുമ്പോൾ മറ്റേ ആൾക്ക് കിട്ടുന്ന ഒരു സമാധാനം. അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കളഭാട്ടം എന്ന് പറഞ്ഞാലോ, മൊത്തം ആ കളഭത്തിൽ ഇങ്ങനെ ആറാടി മൊത്തമായിട്ട് ആ കുളിർമയിൽ നിൽക്കുന്ന ഭഗവാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നാലകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഗുരുവായൂർ ഗോപുരനട കഴിഞ്ഞ് വരുമ്പോഴേ ഇതിന്റെ മണമാണ്, ആ കളഭത്തിന്റെ മണമാണ്. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരികളുണ്ട്, ഹരിചന്ദന പരിപാവന ഗന്ധം എന്ന് പറഞ്ഞിട്ട്. അതാണ് എപ്പോ കളഭാട്ട് സമയത്ത് ഗുരുവായൂർ പോയാലും എനിക്ക് ഈ ഒരു വരിയാണ് മനസ്സിൽ വരിക. അങ്ങനെ ഇതെന്ന് വെച്ചാൽ എന്നാൽ ഈ വിഗ്രഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭക്തരെ പരീക്ഷിക്കുന്ന ഭഗവാനും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ. ഇതെന്താണ്, എത്രയോ തവണ ഈ വിഗ്രഹം മാറ്റി എടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ചില സമയത്ത് അമ്പലം പുതുക്കി പണിയുന്ന സമയത്താവാം, അല്ലെങ്കിൽ ബാലാലയത്തിലേക്ക് മാറ്റലാവാം. ഇതൊന്നും അല്ലാതെ വരേണ്ടത് ഒരു സമയമായിരുന്നു ടിപ്പുവിന്റെ പടയോട്ട് സമയത്ത്. ഹൈദരാലി, അതായത് ടിപ്പുവിന്റെ അച്ഛനായിട്ടുള്ള ഹൈദരാലി മുതല് ഗുരുവായൂരപ്പനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തു എന്നാണ് പറയാ. അതിനു മുന്നേ ഈ കൊച്ചി രാജാവും സാമൂതിരിയായിട്ടുള്ള പ്രശ്നത്തില് പോർച്ചുഗീസുകാർ ഇടപെട്ടിട്ട് ഗുരുവായൂരമ്പലം ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്, സ്വർണ്ണക്കൊടിമരൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ. പക്ഷെ അന്ന് ഗുരുവായൂരപ്പനൊന്നും പറ്റിയിട്ടില്ല, വിഗ്രഹത്തിനൊന്നും പറ്റിയിട്ടില്ല, ബാക്കി തിടമ്പൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നാ പറയാ. പക്ഷെ എന്നിട്ട് അതിനും ശേഷമാണ് ടിപ്പുവിന്റെ പടയോട്ടം വരുന്നത്. 1700-കളിലാണ് കറക്റ്റ്
ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ നമ്മൾക്ക് നോക്കിയാൽ അതൊക്കെ മനസ്സിലാവും. ആ ഒരു ഇതില് ആ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലാണ് ടിപ്പു അവസാനം മൂന്നാമത്തെ യുദ്ധത്തിന് ശേഷമാണ്, മൈസൂർ യുദ്ധത്തിന് ശേഷം ചരിത്രമാണ്, ഞാൻ ചരിത്ര വിദ്യാർത്ഥി അല്ല, പണ്ടെങ്ങാണ്ട് പഠിച്ചതാണ്, അതുകൊണ്ട് ഓർമ്മ തെറ്റാച്ച ഞാൻ ഗൂഗിളിൽ നോക്കിയതുമില്ല കേട്ടോ, ക്ഷമിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് മൈസൂർ യുദ്ധങ്ങൾ നടന്നതിന് ശേഷം മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിന്റെ സമയത്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി, മൂന്നാമത്തെ ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതില് ബാക്കി ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത പ്രദേശത്തിലാണ് ഈ ഗുരുവായൂരൊക്കെ പെടുന്നതെന്നാണ് പറയുക. അപ്പൊ അതിന് മുന്നേ എന്താന്ന് പറയുക വെച്ചാൽ ടിപ്പുവിന്റെ ആക്രമണം എന്നാണ് പറയുക. ടിപ്പുവിന്റെ ആക്രമണം നമുക്കറിയാം അല്ലെ, എല്ലാ അമ്പലങ്ങളും കൊള്ള ചെയ്തതിന് ശേഷം അമ്പലങ്ങളൊക്കെ അടിച്ചു തകർക്കുക, വിഗ്രഹങ്ങൾക്കൊക്കെ കേടുപാട് പറ്റുക. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് ഒരു കേട് പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഹൈദരലി ഇതിന് മുന്നേ വന്നു എന്നാണ് പറയുക. പക്ഷെ ഹൈദരലിയോട് ഈ നാട്ടുരാജാവ് തന്നെ ഈ ഗുരുവായൂരപ്പന്റെ ഇതാണത് ചെയ്യരുതെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് കുറെ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം ഹൈദരലി തിരിച്ചയക്കണം. അതായത് നിങ്ങൾ ഈ അമ്പലം കൊള്ളയടിച്ച് കിട്ടുന്നേക്കാളും പൈസ ഞാൻ തരാം, പക്ഷെ ഗുരുവായൂരപ്പനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില്. പക്ഷെ എന്നിട്ട് ടിപ്പുവിന്റെ കാലത്ത് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ഹൈദരലി വേണ്ടാന്ന് വെച്ച് പോയ സ്ഥലത്ത് മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ വരികയാണ് കൊള്ളയടിക്കാൻ. ആ സമയത്ത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിനെ എടുത്തിട്ട് അമ്പലപ്പുഴയ്ക്ക് പോയി എന്നാണ് പറയാം. പല കഥകളും കേട്ടിട്ടുണ്ട്. മണിക്കിണറിൽ ഒളിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ രുദ്രതീർത്ഥക്കുളത്തിൽ ഒളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും തെക്ക് ഭാഗത്ത് അതിന്റെ ഭഗവാന്റെ ആ ഒരു എന്താണ് ഗുരുവായൂരപ്പനെ അവിടെ താമസിച്ചിട്ടുള്ള ആലയത്തിന്റെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ അതിൽ പറയുന്നത് അതില് ഭഗവാന്റെ തിടമ്പും വിശിഷ്ടമായിട്ടുള്ള പഞ്ചലോഹത്തിന്റെ തിടമ്പും അതുപോലെ തന്നെ ചതുർബാഹുവായിട്ടുള്ള പാതാളാഞ്ജന ശിലയിൽ തീർത്തിട്ടുള്ള ഭഗവാന്റെ ആ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹത്തിനെയും കൂടി എടുത്തു പോയി എന്നാണ് പറയാ. അതും രാമാനൻ രക്ഷപ്പെടുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയ വെയിറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അമ്പലപ്പുഴയിലേക്ക് കുതിച്ചു പോയി എന്നൊക്കെയാണ് പറയാ. അങ്ങനെ ആ തിടമ്പിനെ അമ്പലപ്പുഴയിൽ അവിടെ സ്ഥാപിക്കുകയും ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹത്തിനെ അമ്പലപ്പുഴ കായലിൽ സൂക്ഷിച്ചു എന്നാണ് പറയാ. ഇത് ഞാൻ കേട്ടിട്ടുള്ളത് വൈശാഖ മാസ പ്രഭാഷണത്തിലാണ്. ശരത് ഹരിദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈശാഖ മാസ പ്രഭാഷണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 22 നടന്നിട്ടുള്ള വൈശാഖ മാസ പ്രഭാഷണത്തിലാണ്. 23 എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, ആ സമയത്ത് വിശേഷമായിട്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്നെ 23 എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഇക്കൊല്ലത്തല്ല, കഴിഞ്ഞതിന്റെ 1-2 വർഷം മുന്നത്തെ ഞാൻ ഓർത്തുള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അത് ഞാൻ ഗുരുവായൂർ ഇതേപോലെ തന്നെ അച്ഛനും ഉണ്ടായിരുന്നു വൈശാഖ മാസത്തിലെ പ്രഭാഷണം. അപ്പോൾ ആ ദിവസം അല്ലാതെ മാത്രം അപ്പൊ ഏതോ ഒന്ന് അമ്പലത്തിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ, എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം, ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അമ്പലപ്പുഴയിൽ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിന് ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി തിരുമേനിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവരിപ്പോഴും ഉണ്ട് മല്ലിശ്ശേരി തിരുമേനി. മല്ലിശ്ശേരി ഇല്ലത്തിലാണ് ഭഗവാന്റെ ഊരായ്മ വരുന്നത്. അപ്പൊ ഊരാളിനായിട്ട് അദ്ദേഹം കൊണ്ടുപോവുകയും അദ്ദേഹം എന്നിട്ട് പത്മനാഭസ്വാമിയുടെ മണ്ണിൽ പോയിട്ട് അദ്ദേഹം ഭഗവാന്റെ വൈകുണ്ഠം ഭൂകി എന്നുമാണ് പറയുന്നത്. അപ്പം ആൾക്കാർക്ക് അറിയില്ല, ഗുരുവായൂരുകാർക്ക് അറിയില്ല എവിടെയാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടിക്കൊക്കെ ശേഷം അതിന്റെ തൊട്ടടുത്ത വർഷം എന്നാൽ അമ്പലമൊക്കെ പഴയതുപോലെ ആക്കാം എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ ഇതിന് അമ്പലത്തിന് നമുക്ക് ഒരിക്കലും വേറൊരു വിഗ്രഹത്തിന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അത് ചിന്തിക്കാൻ പറ്റില്ലേ ഭക്തർക്ക്. അപ്പൊ ഇനിയിപ്പോ പഴയ വിഗ്രഹം കൊണ്ടുവച്ചാൽ എവിടേക്കാണ് അത് മാറ്റി വെച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത സമയത്ത് ജ്യോതിഷാചാര്യന്റെ മമ്മിയൂർ കളരിലുള്ള ഉണ്ണിപ്പണിക്കരുടെ ഒരു സഹായം തേടുകയും അദ്ദേഹത്തിന്റെ ജ്യോതിഷം നോക്കലില് ആ ചാർട്ടൊക്കെ ഇപ്പോഴും ഗുരുവായൂരിലെ രേഖകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ജ്യോതിഷപരമായിട്ടും കൂടി അദ്ദേഹം പ്രഭാഷണത്തിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണത്. അങ്ങനെ മമ്മിയൂർ കളരിയിലെ ഉണ്ണിപ്പണിക്കരെ നോക്കിയ പ്രകാരം അദ്ദേഹത്തിന്റെ ലക്ഷണപ്രകാരം പായസത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടുള്ള ഒരു സ്ഥലത്ത് വിഗ്രഹം ഉണ്ടെന്നും ഉപ്പ് കലർന്ന വെള്ളത്തോട് കൂടിയിട്ടുള്ള സ്ഥലത്ത്, അതായത് കായൽ അത് വലയം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളതെന്നും അങ്ങനെ അത് ആളുകൾ അമ്പലപ്പുഴ എന്ന് പറയുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സഹായത്തോട് കൂടിയിട്ട് മല്ലിശ്ശേരി തിരുമേനിയൊക്കെ പോയിട്ട് ഈ അമ്പലപ്പുഴയിൽ എത്തുകയും അങ്ങനെ ആലയത്തില് ബാലാലയം എന്ന് വേണമെങ്കിൽ പറയാല്ലേ, അവിടെ ഗുരുവായൂരപ്പന്റെ ചതുർബാഹുവായിട്ടുള്ള പഞ്ചലോഹത്തിന്റെ തിടമ്പ് കാണുകയും എന്നാൽ ശരിക്കുള്ള വിഗ്രഹം എവിടെയാണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് കായലിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്
കായലില് എവിടെ ഇപ്പൊ തിരയാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോഴും പ്രശ്നവിധി പ്രകാരം കിട്ടിയൊരു നിഗമന പ്രകാരം അത് ഭഗവാൻ ഇരിക്കുന്നത് സ്ഥലം കാണിക്കുന്നത്, അതായത് സാക്ഷാൽ അമ്പലപ്പുഴ കൃഷ്ണന്റെയും മല്ലിശ്ശേരി തിരുമേനി ഇഹലോകവാസം വിടുന്നതിന് മുന്നേ പത്മനാഭ സ്വാമിയോട് അഭ്യർത്ഥിച്ച പ്രകാരം അദ്ദേഹത്തിന്റെയും നോട്ടത്തില് അത് സൂക്ഷ്മമായിട്ട് ഭദ്രമായിട്ട് ആ കായലിൽ തന്നെ നടക്കുന്നുണ്ടെന്നും അതെങ്ങനെ കാണിക്കണമെന്ന് വെച്ചാല് ഭഗവാന് അമ്പലപ്പുഴ കണ്ണന് വളരെ വിശിഷ്ടമായിട്ടൊരു പാൽപ്പായസം കൂടി കൊടുത്തിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് പത്മമിട്ട് പൂജ ചെയ്തിട്ട് ആ സമയത്ത് ഒരു ഗരുഡൻ വന്ന് അല്ലെങ്കിൽ കൃഷ്ണപണ്ട് വന്നിട്ട് അടയാളം കാണിക്കുകയും സർപ്പം വന്ന് അടയാളം കാണിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ശ്വാസം വിടുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണോ കുമിള വരുന്നത് അതേപോലെ ഒരു കുമിള വരുന്നിരുന്ന ഭാഗത്ത് അവിടെ വിഗ്രഹം ഉണ്ടെന്ന് പറയുകയും പല ആളുകളും ഈ പാമ്പൊക്കെ വരുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് ഭയം നോടിയിട്ട് ആ സമയത്ത് മല്ലിശ്ശേരി തിരുമേനി ക്ഷമിക്കൂ മല്ലിശ്ശേരി തിരുമേനി ഇനി എന്താ ചെയ്യാൻ ഭഗവാനെ എന്ന് ആലോചിക്കുന്ന സമയത്ത് അമ്പലപ്പുഴയാണല്ലോ പാൽപ്പായസമായിട്ട് 2 വലിയ കൊട്ടകത്തില് പാൽപ്പായസം കൊടുത്തിട്ട് തിരിച്ചു വരണ ആ കൊട്ടകത്തിലായിട്ട് പോണ അല്ലെങ്കിൽ വലിയ 2 ഈ ചെരുവുണ്ടല്ലോ വലിയ ചെരുവായിട്ട് പോണ ആൾക്കാർ 2 ഉണ്ണി നമ്പൂതിരിമാര് വന്നിട്ട് എന്താ പത്ര വിഷമിച്ച് നിൽക്കാന്ന് ചോദിക്കുകയും ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒപ്പം വന്ന ആരും ഇപ്പൊ ചാടാനില്ല, ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ്, എങ്ങനെയാണ് ഇപ്പൊ ഇത്രയൊക്കെ കിട്ടിയിട്ടും ഭഗവാനെ കൊണ്ടുപോകാതെ എങ്ങനെയാണെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചാടാം എന്ന് പറഞ്ഞിട്ട് അവരാ വലിയ ചരിവത്തെ തോണി പോലെ 2 എണ്ണം കൂട്ടിക്കെട്ടിയിട്ട് നടക്കു പോവുകയും ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു മുളങ്കമ്പ് കൊണ്ട് തോണ്ടി ഭഗവാനെ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആൾക്കാർക്ക് ശ്വാസം വീണത് അത്ര. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ ആ ഭഗവാന്റെ മുള കൊണ്ട് അവിടെ കുത്തിയതിനാല് ആ വിഗ്രഹത്തിന് ചെറിയൊരു കേട് സംഭവിക്കുകയും ഭഗവാന്റെ കൈക്കൊരു കുഞ്ഞ് ബുദ്ധിമുട്ട് വരികയും എന്നിട്ട് അത്രയും വിശിഷ്ടമായിട്ടുള്ള ഭഗവാൻ ഇത്രയും നാളെ എൻ്റെ ഒരു രാജ്യത്താണല്ലോ നിന്നതെന്നുള്ളൊരു സന്തോഷത്തില് ചെമ്പകശ്ശേരി നമ്മുടെ രാജാവ് വലിയ ധനാഢ്യനും കൂടിയാണെന്നല്ലോ രാജാവ്, അങ്ങനെ അദ്ദേഹം ആ അഷ്ടബന്ധം വെച്ചിട്ട് ആ കേട് മാറ്റുകയും ആ ഭാഗത്ത് കൂട്ടിച്ചേർത്ത ഭാഗത്ത് സ്വർണം കൊണ്ട് ഒരു ഗോളക പോലെ വെച്ചിട്ട് ആ ഒരു ദോഷം അതിലുണ്ടെന്ന് അറിയിക്കാതെ അത് കാണിച്ചു. ഇപ്പോഴും അത് ഭഗവാന്റെ മേത്തുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ സമയത്ത് ഇത് ഞാൻ ഗുരുവായൂർ വെച്ചത് കേട്ട ഒരു സമയത്ത് അത് എന്ത് രീതിയിലാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ പോലെ ഇരിക്കാൻ പറ്റും. കണ്ണെന്നിങ്ങനെ, കാരണം അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കാര്യങ്ങൾ ആ പറഞ്ഞ അപ്പപ്പോ നമ്മൾ കേട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുക അല്ലെ, ആ ഒരു സ്ഥലത്താണ് നമ്മൾ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇത് കേട്ടിട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ടാണ് ഈ കഥ കേട്ടതും നമ്മൾ കൺമുന്നിൽ കാണുന്ന പോലെയാണ് കഥ കേൾക്കുന്നത് അല്ലെ. അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു ഭഗവാന്റെ ആ ഒരു ഇത്. പക്ഷെ ഉടനെ അമ്പലപ്പുഴന്ന് ഗുരുവായൂർക്ക് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ മാവേലിക്കരയ്ക്കാണ് പിന്നെ ഭഗവാനെ കൊണ്ടുപോയത്. അതായത് ഈ പടയോട്ടൊക്കെ അവസാനിപ്പിച്ചാൽ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇനി എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പൊ സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. സാമൂതിരിയുടെ ഊരായ്മയാണ്, സാമൂതിരിയുടെ കീഴിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനുശേഷം അതും കഴിഞ്ഞിട്ട് 1 വർഷം മാവേലിക്കരയിൽ താമസിച്ചിട്ടാണ് ഇത്ര നായർ പട്ടാൾക്കാരുടെ ഒരു എന്താണ് പറയുക മേൽനോട്ടത്തില് ഇങ്ങനെ ഗാർഡായിട്ട് അവരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നിട്ട് അവിടെ നിന്നിട്ട് ഭഗവാൻ ഇങ്ങോട്ട് ഗുരുവായൂർക്ക് പോകുന്ന സമയത്ത് അവിടെ മാടക്കാവിലൊരു മാടം കെട്ടിയിട്ടാണ് ഇത്ര ഭഗവാനെ അവിടെ താമസിപ്പിച്ചത്. അവിടെ ഇങ്ങോട്ട് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ഭഗവാനെ പരിചരിച്ചിരുന്ന ആൾക്കാരാണ്, അവരെയും കൂടി കൊണ്ടുവന്നിട്ടാണ് അവരാണ് ഇപ്പൊ പാലും തൈരും വെണ്ണയൊക്കെ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന മാടക്കാവ് വീട്ടുകാരായിട്ട് മാറിയത്. അവർക്കാണ് അതിന്റെ അവകാശം, വേറെ പുറത്തുനിന്നുള്ളതല്ല അവരവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഒരു കഥയാണ്, അത് നടന്ന കാര്യമാണ്. അപ്പൊ അത് വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് ഭഗവാന്റെ വിഗ്രഹത്തിന് കേടുപാട് പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ശ്രീലകത്തുനിന്ന് മാറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 1970 അഗ്നിബാധയാണ്. നവംബർ 29 രാത്രിയാണ് അഗ്നിബാധ വന്നത്. പക്ഷെ അതിനുശേഷം ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിനെ മാറ്റി കൂത്തമ്പലത്തിലേക്കാണ് തോന്നുന്നു മാറ്റി വെച്ചത്. ആൾക്കാരെ ഓടിപ്പോയി. ഇപ്പൊ ആൾക്കാര് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ ജീവനല്ലല്ലോ, ഭഗവാനെ എങ്ങനെ രക്ഷിക്കാന്ന് പറയാൻ വയ്യ, നമ്മൾ അദ്ദേഹമാണ് അതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ വിഗ്രഹത്തിനൊന്നും പറ്റാതെ പോറല് പോലെ ഏൽക്കാതെ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നതല്ലേ. ആ സമയത്ത് അഷ്ടബന്ധത്തിൽ അത്രയും വെച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹത്തിനെ ഇളക്കി മാറ്റി കൂത്തമ്പലത്തിലേക്ക് കൊണ്ടുപോയി വെക്കുകയും കേടുപാടൊന്നും ഇല്ലാതെ ഏകാദശി സമയത്തായിരുന്നു അത്. ഏകാദശി ദിവസം അല്ലാന്ന് മാത്രം ഏതോ പോലീസ് വിളക്കോ അങ്ങനെ എന്തോ നടക്കണ ഒരു സമയത്തായിരുന്നു എന്നാണ് കേട്ടത്.
ആ സമയത്ത് അങ്ങനെ. എന്നിട്ട് പിറ്റേ ദിവസം നവംബർ 30 തന്നെ തിരിച്ച് അദ്ദേഹത്തിന് ശ്രീലകത്തേക്ക് തന്നെ മാറ്റി എന്നൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പിന്നീട് അവിടുന്ന് അങ്ങനെ മാറേണ്ട കാര്യം വന്നിട്ടില്ല. അതങ്ങനെ തന്നെ ഭഗവാന്റെ ഇഷ്ടപ്രകാരം അതെന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ വയ്ക്കുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഭഗവാന്റെ ആ ഒരു ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിന്റെ പ്രത്യേകത. അപ്പൊ ഏകാദശി ദിവസം പ്രതിഷ്ഠാ ദിനത്തില് ഇത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പലർക്കും തോന്നാം വിഗ്രഹം എന്തിനാണ്, നമ്മൾ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പോരേന്ന്. പക്ഷെ യാതൊരു വിഗ്രഹവും ഇല്ലാതെ ഒരു നോട്ടവും ഇല്ലാതെ ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര്, അത് അത്രയും ഒരു ഉയർന്ന തലത്തിൽ നമ്മൾ എത്തണം. അപ്പൊ അതിനു മുന്നേ നമ്മൾ സാക്ഷാൽ ഈശ്വരനെ കാണിക്കുന്ന ഒരു പ്രതിബിംബം തന്നെയാണ് വിഗ്രഹം. എന്നോട് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈശ്വരനെ. അതെങ്ങനെയാണ്? നമ്മളിപ്പോ ഗുരുവായൂരമ്പലത്തിൽ ശ്രീലകത്ത് പോയിട്ടിരിക്കുന്നത് അതൊരു ശിലയിൽ തീർത്തിട്ടുള്ള ഒരാൾ അങ്ങനെയാണോ വിചാരിക്കണേ? കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് അതാണ് ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ? പിന്നെ ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനെ, ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ചില ആൾക്കാർ വേറെ വിചാരിക്കാച്ച അങ്ങനെ ഇതാക്കാട്ടോ. പല പല ആളുകൾക്കും പല പല രീതിയായിരിക്കാം ഗുരുവായൂരപ്പൻ. ചില ആളുകൾക്ക് അത് വെറും ഒരു ക്ഷേത്രം അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് അത് കൂടുതലൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. ചില ആളുകൾക്ക് അത് ജീവന്റെ ജീവനായിരിക്കാം, ചില ആൾക്കാർക്ക് അത് ഉണ്ണിക്കണ്ണനായിരിക്കാം, ചില ആൾക്കാർക്ക് അത് മകന്റെ രൂപമായിരിക്കാം, ചില ആൾക്കാർക്ക് കാമുകന്റെ രൂപമായിരിക്കാം, ചില ആൾക്കാർക്ക് സ്വന്തം സുഹൃത്തായിരിക്കാം, ചില ആളുകൾക്ക് സ്വന്തം ഒരു സ്വയം തന്നെ ആയിരിക്കാം അല്ലെ. അത്രയുമൊക്കെ കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏത് രൂപത്തിലാണോ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിലേക്ക് വരുന്ന സാക്ഷാ ഗുരുവായൂരപ്പൻ, അദ്ദേഹം എല്ലാ രൂപത്തിലും ഉണ്ട്. ഇന്നൊരു വിഗ്രഹത്തിൽ നിന്ന് മാത്രമല്ല, പക്ഷെ നമ്മളെപ്പോലുള്ള പാമരന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എളുപ്പം ഭഗവാനായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിക്കുവാൻ ആ ഒരു പാതാളാഞ്ജന ശിലയിൽ തീർത്തിട്ടുള്ള കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കാത്ത ആ ശില ഇപ്പൊ എവിടെയാ കിട്ടുക ചോദിച്ചാൽ അതെന്ന് പറഞ്ഞാൽ അത് ഭൂവൽക്കത്തിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന തരത്തിലുള്ള അത്രയും വിശിഷ്ടമായിട്ടുള്ള ആ ഒരു ഘനഗാംഭീര്യമായിട്ടുള്ള ആ ഒരു ഏറ്റവും കൂടുതൽ ആളുകളെ തന്നിലേക്ക് അടുപ്പിച്ചിട്ടുള്ള കാന്തിക ശക്തിയുള്ള സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ചതുർബാഹുവായിട്ടുള്ള ആ ഒരു വിഗ്രഹത്തെ തൊഴുന്നത് സകല പാപ ദുരിതങ്ങൾക്കും ശമനം തന്നെയാണ്. മേൽപ്പത്തൂരിന്റെ അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ള ആ നാരായണീയത്തിന്റെ ആ ഒരു വാതരോഗം മാറ്റിയത് ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള അസുഖം മാത്രമല്ല, മനസ്സിന്റെ ആ ഒരു ചിത്തവൃത്തിയിൽ നിരന്തരം നിൽക്കുന്ന നടനമാടുന്ന കാളിയന്റെ മേൽ എങ്ങനെയാണോ നടനമാടിയത് അതിൻ്റെ മുകളിൽ തന്നെ ഏറ്റവും വിഷഹാരിയായിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണോ കലുഷിതമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ആനന്ദ നൃത്തം നടത്തിയിട്ട് ആ വിഷത്തെയൊക്കെ മാറ്റിയിട്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ട് ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂര് നന്നായിട്ട് നിന്ന് ആളുകളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.